എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ നോട്ട് അവിടെ എവിടെയും വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാകാൻ പാകത്തിൽ പറഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 15 ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോജക്ട്സ് സാധ്യമാക്കി എടുക്കുന്നതിന് ഞങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് മാത്രമാണ് കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അതിനുള്ള കെൽപ്പുള്ളത്. ഇത് കണ്ടെത്തി എനിക്കിത് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്ട്സിൽ മാത്രമേ ഞങ്ങൾക്ക് കയ്യോ തലയോ കടത്താൻ സാധിക്കൂ. അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സ്കീമിനകത്ത് പെടുന്ന 2 പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ DPR-ഉം അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. 150+ crore 2 പ്രോജക്ട്സാണ് കേരളത്തിലെ വടകരയിലെ സർഗാലയവും കൊല്ലത്തെ അഷ്ടമുടിയിലെ ഇക്കോ ടൂറിസവും 2 പ്രോജക്റ്റാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ ഈ വരുന്ന 21-ാം തീയതി വടകരയിലെ സർഗാലയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും.